പ്രിയപ്പെട്ട സുഹൃത്ത് നമസ്കാരം. ഹലോ സുഹൃത്ത് നമസ്കാരം. ഇന്ന് ഏപ്രിൽ 11, ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള കറണ്ട് അഫേഴ്സുമായി ജെഡിസ് കറണ്ട് അഫേഴ്സ്. ഒരു ഇമ്പോർട്ടൻറ്റ് ഇൻഫർമേഷൻ ആണ്. അതായത് യൂട്യൂബ് ചാനലിൽ നിന്ന് ഒരു മെയിൽ വന്നിട്ടുണ്ട്. ഈ കോണ്ടന്റ് ജെഡിസ് കറണ്ട് അഫേഴ്സ് ഉപയോഗിക്കുന്നത് റീയൂസ്ഡ് കോണ്ടന്റ് ആണ് എന്നാണ്. ഒരാഴ്ച സമയം തന്നിട്ടുണ്ട്. ഈ വരുന്ന 17th വരെ സമയം തന്നിട്ടുണ്ട് പ്രൂവ് ചെയ്യാൻ വേണ്ടി, അപ്പീലിന് പോകാൻ വേണ്ടി. എന്തായാലും അപ്പീലിന് പോകും, കാരണം ഇത് റീയൂസ്ഡ് അല്ല, പത്രങ്ങളിൽ നടക്കുന്ന വാർത്തകളാണ്. അതുകൊണ്ട് തന്നെ അവരെ ബോധ്യപ്പെടുത്തണം. അവരത് കൺവിൻസ്ഡ് ആവുകയാണെങ്കിൽ കണ്ടിന്യൂ ആവും, അല്ലെങ്കിൽ ഈ ഒരു ചാനൽ 17th മിക്കവാറും സസ്പെൻഡ് ആകും. ദെൻ ഐ എം ഹെൽപ്ലെസ്. നമുക്ക് നോക്കാം, ഒരു പക്ഷേ അത് ഒരാഴ്ചക്കുള്ളിൽ എല്ലാം പ്രോബ്ലം സോൾവ് ആവുമെന്ന് പ്രതീക്ഷിക്കുന്നു. അത് നിർത്തേണ്ടി വന്നാൽ പോലും എൻ്റെ ടെലിഗ്രാം വഴി ഞാൻ ഇൻഫർമേഷൻസ് നിങ്ങൾക്ക് പാസ് ചെയ്യുന്നതായിരിക്കുള്ളൂ. ഇന്ന് ഏപ്രിൽ 11 നമുക്ക് ഇന്നത്തെ ലേറ്റസ്റ്റ് ആയിട്ടുള്ള കറണ്ട് അഫേഴ്സിലേക്ക് പോകാം. ഒരു ന്യൂസ് ഹെഡിംഗ് ആണ്: രാജേഷ് ഉണ്ണി ഹോണേഡ് വിത്ത് നാഷണൽ മാരിടൈം വരുണ അവാർഡ്. രാജേഷ് ഉണ്ണിക്ക് ദേശീയ മാരിടൈം വരുണ അവാർഡ് നൽകി ആദരിച്ചു. ലേറ്റസ്റ്റ് ആയിട്ടുള്ള വാർത്തയാണ്. നമുക്ക് കറണ്ട് അഫേഴ്സിന്റെ ഡീറ്റെയിൽസിലേക്ക് പോകാം. 2025 ദേശീയ മാരിടൈം വരുണ അവാർഡ് ആർക്കാണ് ലഭിച്ചത്? രാജേഷ് ഉണ്ണി. നാഷണൽ മാരിടൈം വരുണ അവാർഡ് ഇതൊരു ഹയസ്റ്റ് ആയിട്ടുള്ള അവാർഡ് ആണ്. ഇത് ലഭിച്ചിട്ടുള്ളത് രാജേഷ് ഉണ്ണിക്കാണ്. സമുദ്രമേഖലയിലെ ഇന്ത്യയിലെ ഏറ്റവും ഉയർന്ന വ്യക്തിഗത അംഗീകാരം ഏത് അവാർഡ് ആണ്? ദേശീയ മാരിടൈം വരുണ അവാർഡ്. നാഷണൽ മാരിടൈം വരുണ അവാർഡ് ആണ് മാരിടൈം സെക്ടറിലെ സമുദ്രമേഖലയിലെ ഇന്ത്യയിലെ ഏറ്റവും ഉയർന്ന വ്യക്തിഗത അംഗീകാരം. ഇത് 2025 നാഷണൽ മാരിടൈം വരുണ അവാർഡ് ലഭിച്ചിട്ടുള്ളത് രാജേഷ് ഉണ്ണിക്കാണ്. 62ാമത് ദേശീയ മാരിടൈം ദിനം ആഘോഷിച്ചത് ഏത് തീയതിയിലാണ്? 2025 ഏപ്രിൽ 5. ഏപ്രിൽ 5-ാം തീയതിയായിരുന്നു 62ാമത്തെ നാഷണൽ മാരിടൈം ഡേ അത് സെലിബ്രേറ്റ് ചെയ്തിട്ടുള്ളത്. ഈ ഒരു അവസരത്തിലാണ് നാഷണൽ മാരിടൈം വരുണ അവാർഡ് രാജേഷ് ഉണ്ണിക്ക് നൽകി ആദരിച്ചിട്ടുള്ളത്. നാഷണൽ മാരിടൈം വരുണ അവാർഡ് ലഭിച്ച സിനർജി മറൈൻ ഗ്രൂപ്പിന്റെ സ്ഥാപകന്റെ പേരെന്താണ്? രാജേഷ് ഉണ്ണി. സിനർജി മറൈൻ ഗ്രൂപ്പ് ഇന്ന് ഇന്ത്യയിൽ അറിയപ്പെടുന്ന ഒരു ഷിപ്പിംഗ് ബന്ധപ്പെട്ട ഒരു കമ്പനിയാണ്. ഇതിൻ്റെ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ ആണ്, ഫൗണ്ടർ കൂടിയായിട്ടുള്ള രാജേഷ് ഉണ്ണി. അദ്ദേഹത്തിനാണ് ഈ പ്രാവശ്യത്തെ നാഷണൽ മാരിടൈം അവാർഡ് ലഭിച്ചിട്ടുള്ളത്. ഇന്ത്യയിലെ ഏറ്റവും ഉയർന്ന സമുദ്രമേഖലയിലെ ഒരു അവാർഡ് ആണ് നാഷണൽ മാരിടൈം വരുണ അവാർഡ്. ഒരു ന്യൂസ് ഹെഡിംഗ് ആണ്: മിനിസ്ട്രി ഓഫ് പഞ്ചായത്ത് രാജ് ഹാസ് ലോഞ്ച്ഡ് ദി പഞ്ചായത്ത് അഡ്വാൻസ്മെന്റ് ഇൻഡെക്സ്. പഞ്ചായത്ത് രാജ് മന്ത്രാലയം പഞ്ചായത്ത് അഡ്വാൻസ്മെന്റ് ഇൻഡെക്സ് പുറത്തിറക്കി. ഇതൊരു ലേറ്റസ്റ്റ് ആയിട്ടുള്ള വാർത്തയാണ്. പഞ്ചായത്തിൻ്റെ ആദ്യത്തെ ഒരു പഞ്ചായത്ത് അഡ്വാൻസ്മെന്റ് ഇൻഡെക്സ് ആണ് പുറത്തിറക്കിയിട്ടുള്ളത്. നമുക്ക് ഈ കറണ്ട് അഫേഴ്സിൻ്റെ ഡീറ്റെയിൽസിലേക്ക് പോകാം. ഇന്ത്യയിലുടനീളമുള്ള 2.5 ലക്ഷത്തിലധികം ഗ്രാമപഞ്ചായത്തുകളുടെ പുരോഗതി അളക്കുന്നതിനുള്ള പരിവർത്തന ഉപകരണത്തിൻ്റെ പേരെന്താണ്? പഞ്ചായത്ത് പുരോഗതി സൂചിക, പഞ്ചായത്ത് അഡ്വാൻസ്മെന്റ് ഇൻഡെക്സ്, PAI. PAI എന്ന ഒരു ഇൻഡെക്സ് സൂചിക പുറത്തിറക്കി മിനിസ്ട്രി ഓഫ് പഞ്ചായത്ത്. 2.5 ലക്ഷം ഗ്രാമപഞ്ചായത്തിനെ അതിൻ്റെ പെർഫോമൻസിനെ കുറിച്ച് അറിയുന്നതിന് വേണ്ടിയുള്ള ഒരു ഇൻഡെക്സ് ആണ് പുറത്തിറക്കിയിട്ടുള്ളത്. പഞ്ചായത്ത് പുരോഗതി സൂചിക എത്ര തീമുകൾ രൂപപ്പെടുത്തി? 9 തീം. പ്രാദേശികവൽക്കരിച്ച സുസ്ഥിര വികസന ലക്ഷ്യങ്ങളുടെ 9 തീമുകൾ. പഞ്ചായത്ത് അഡ്വാൻസ്മെന്റ് ഇൻഡെക്സ് ഇത് ഫ്രെയിം ചെയ്തിട്ടുള്ളത് 9 തീമുകളുടെ അടിസ്ഥാനത്തിലാണ്. അതായത് ഹെൽത്ത്, ചൈൽഡ് വെൽഫെയർ, വാട്ടർ സഫിഷ്യൻസി, ഇൻഫ്രാസ്ട്രക്ചർ, സോഷ്യൽ ജസ്റ്റിസ്, ഗുഡ് ഗവേർണൻസ്, വുമൻ എംപവർമെൻറ്റ് എന്നീ തരത്തിലുള്ള 9 തീമുകൾ. ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഒരു പഞ്ചായത്തിൻ്റെ പെർഫോമൻസ് കണക്കാക്കിയിട്ടുള്ളത്. ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് ഇപ്പോൾ 2.5 ലക്ഷം ഗ്രാമപഞ്ചായത്തുകളുടെ ഒരു സൂചികയാണ് പുറത്തിറക്കിയിട്ടുള്ളത്. പഞ്ചായത്ത് പുരോഗതി സൂചിക എത്ര പ്രകടന വിഭാഗങ്ങളായി രൂപപ്പെടുത്തിയിട്ടുണ്ട്? അച്ചീവർ, ഫ്രണ്ട് റണ്ണർ, പെർഫോമർ, ആസ്പിരന്റ്, ബിഗിനർ. ഈ 5 കാറ്റഗറിയിലാണ് പഞ്ചായത്ത് അഡ്വാൻസ്മെന്റ് ഇൻഡെക്സ് PAI ഇത് രൂപപ്പെടുത്തിയിട്ടുള്ളത്. ഇതിൽ ഏറ്റവും ടോപ്പിൽ വരുന്ന പഞ്ചായത്തുകളെ അച്ചീവർ എന്നും, അതിന് തൊട്ട് താഴെ വരുന്ന പഞ്ചായത്തുകളെ ഫ്രണ്ട് റണ്ണർ എന്നും, 3ാമത്തേത് പെർഫോമർ, 4ാമത്തേത് ആസ്പിരന്റ്, 5ാമത്തേത് ബിഗിനർ എന്ന ലെവലിലാണ് കാറ്റഗറൈസ് ചെയ്തിട്ടുള്ളത്. പഞ്ചായത്ത് പുരോഗതി സൂചികയിൽ മുൻനിരക്കാരായി സൂചികയിലെത്തിയ 2 സംസ്ഥാനങ്ങൾ ഏതാണ്? ഗുജറാത്ത്, തെലങ്കാന. നേരത്തെ പറഞ്ഞ മാതിരി 5 കാറ്റഗറിയാണ്: അച്ചീവർ, ഫ്രണ്ട് റണ്ണർ, പെർഫോമർ, ആസ്പിരന്റ്, ബിഗിനർ. ഇതിൽ അച്ചീവർ എന്ന സ്ഥാനത്തേക്ക് ഒരു പഞ്ചായത്തും എത്തിയിട്ടില്ല. 2ാം സ്ഥാനമായിട്ടുള്ള ഫ്രണ്ട് റണ്ണർ ഏറ്റവും കൂടുതൽ പഞ്ചായത്തുകൾ എത്തിയിട്ടുള്ളത് ഗുജറാത്തിൽ നിന്നും
തെലങ്കാനയിൽ നിന്നാണ്. ഈ 2 സ്റ്റേറ്റിൽ നിന്നാണ് ഏറ്റവും കൂടുതൽ ഫ്രണ്ട് റണ്ണർ എന്ന ലെവലിലുള്ള പഞ്ചായത്തുകൾ വന്നിട്ടുള്ളത്. 2022-23 പഞ്ചായത്ത് പുരോഗതി സൂചികയിൽ എത്ര ഗ്രാമപഞ്ചായത്തുകൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്? 2.16 ലക്ഷം സാധ്യതയുള്ള പഞ്ചായത്തുകൾ, 2.16 പഞ്ചായത്തുകളുടെ ഒരു സൂചിയാണ് ഇപ്പോൾ തയ്യാറാക്കിയിട്ടുള്ളത്. ഏതാണ്ട് ഇപ്പോൾ ഇന്ത്യയിൽ 2.5 ലക്ഷത്തോളം ഗ്രാമപഞ്ചായത്ത് ആണുള്ളത്. ഒരു ന്യൂസ് ഹെഡിംഗ് ആണ്: പാകിസ്ഥാനി ഒറിജിൻ കനേഡിയൻ അമേരിക്കൻ റാണ എക്സ്ട്രഡിറ്റഡ് ടു ഇന്ത്യ. പാകിസ്ഥാൻ വംശജനായ കനേഡിയൻ അമേരിക്കൻ റാണിയെ ഇന്ത്യയിലേക്ക് നാടുകടത്തി. ഇന്നത്തെ മിക്കവാറും എല്ലാ പത്രങ്ങളിലെ മെയിൻ പേജിലെ മെയിൻ ഹെഡിംഗ് ആണ്, അതായത് പാകിസ്ഥാനി ഒറിജിൻ കനേഡിയൻ അമേരിക്കൻ റാണ അദ്ദേഹത്തെ ഇന്ത്യയിലേക്ക് നാടുകടത്തിയ കാര്യം, അറസ്റ്റ് ചെയ്ത കാര്യം. നമുക്ക് ഈ കറണ്ട് അഫയേഴ്സിൻ്റെ ഡീറ്റെയിൽസിലേക്ക് പോകാം. 26/11 മുംബൈ ഭീകരാക്രമണ ഗൂഢാലോചനയിൽ പങ്കുണ്ടെന്ന് ആരോപിച്ച് ഇന്ത്യയിലേക്ക് നാടുകടത്തപ്പെട്ട പാകിസ്ഥാൻ വംശജനായ കനേഡിയൻ അമേരിക്കൻ വ്യക്തിയുടെ പേര് തഹാവൂർ ഹുസൈൻ റാണ. തഹാവൂർ ഹുസൈൻ റാണ 26/11 എന്ന ആ ഒരു ടെററിസ്റ്റ് അറ്റാക്കിൽ അദ്ദേഹത്തിൻ്റെ പങ്ക് ഉണ്ട് എന്ന് മനസ്സിലാക്കിയ ശേഷം ഇന്ത്യയിലേക്ക് നാടുകടത്തിയിട്ടുള്ളത്. ഇദ്ദേഹം പാകിസ്ഥാനി ഒറിജിൻ ആണ്. അതിനുശേഷം കാനഡയിലേക്ക് പോവുകയും കാനഡയിലെ സിറ്റിസൺഷിപ്പ് എടുക്കുകയും പിന്നീട് US-ലേക്ക് പോകുന്നു. US-ലെ സിറ്റിസൺഷിപ്പ് എടുത്തിരുന്നു. ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഒന്നാണ്, ഇന്നത്തെ പത്രങ്ങളിൽ വന്നിട്ടുള്ള ഒന്നാണ്, അതായത് തഹാവൂർ ഹുസൈൻ റാണ ഇന്ത്യയിലേക്ക് ഈ ഒരു കേസുമായി ബന്ധപ്പെട്ട് 26/11 മുംബൈ ടെറർ അറ്റാക്കുമായി ബന്ധപ്പെട്ട് ഇന്ത്യയിലേക്ക് എത്തിച്ച കാര്യം. 26/11 മുംബൈ ഭീകരാക്രമണ ഗൂഢാലോചനയിൽ പങ്കുണ്ടെന്ന് ആരോപിച്ച് ഇന്ത്യയിലെ ഏത് ഏജൻസിയാണ് തഹാവൂർ ഹുസൈൻ റാണയെ അറസ്റ്റ് ചെയ്തത്? നാഷണൽ ഇൻവെസ്റ്റിഗേഷൻ ഏജൻസി NIA. 26/11 മുംബൈ ടെറർ അറ്റാക്ക്, ഈ ഒരു ആക്രമണം ഇതുമായി ബന്ധപ്പെട്ടാണ് പാകിസ്ഥാനി ഒറിജിൻ കനേഡിയൻ അമേരിക്കൻ സിറ്റിസൺ ആയിട്ടുള്ള തഹാവൂർ ഹുസൈൻ റാണയെ ഇന്ത്യയിലേക്ക് എത്തിച്ചതും അതിനെ നാഷണൽ ഇൻവെസ്റ്റിഗേഷൻ ഏജൻസിയാണ് അറസ്റ്റ് ചെയ്തിട്ടുള്ളതും. 26/11 മുംബൈ ഭീകരാക്രമണം ഏത് വർഷമായിരുന്നു? 2008. 26 നവംബർ മുതൽ 29 വരെയായിരുന്നു ഈ ഒരു അറ്റാക്ക് നടന്നിട്ടുള്ളത് മുംബൈയിൽ. 2008 26/11 മുംബൈ ഭീകരാക്രമണത്തിൽ എത്ര പേർ കൊല്ലപ്പെട്ടു? 166 പേർ, 141 ഇന്ത്യക്കാരും 25 വിദേശികളും. വളരെ ഭീകരമായിട്ടുള്ളൊരു അറ്റാക്ക് ആയിരുന്നു. 2008 നവംബർ 26 മുതൽ 29 വരെ നടന്നിട്ടുള്ള ഈ ഒരു അറ്റാക്കിൽ ഇതിൽ 166 പേർ ആണ് കൊല്ലപ്പെട്ടിട്ടുള്ളത്. ഇതിൽ 141 പേർ ഇന്ത്യൻസ് ആണ്, 25 ഫോറിനേഴ്സും. ഇതിന് ആക്രമണം നടന്നിട്ടുള്ളത് താജ് ഹോട്ടലിലും അതേപോലെ തന്നെ മുംബൈ റെയിൽവേ സ്റ്റേഷനിലും വെച്ചുള്ള അറ്റാക്ക് ആയിരുന്നു പ്രധാനമായിട്ടും ഉണ്ടായിട്ടുള്ളത്. അടുത്തൊരു ന്യൂസ് ഹെഡിംഗ് ആണ്: ലഡാക്ക് ഹോസ്റ്റ് ആപ്രിക്കോട്ട് ബ്ലോസം ഫെസ്റ്റിവൽ 2025. ലഡാക്ക് 2025 ആപ്രിക്കോട്ട് ബ്ലോസം ഫെസ്റ്റിവൽ സംഘടിപ്പിക്കുന്നു. ഇത് ഒരു ലേറ്റസ്റ്റ് ആയിട്ടുള്ള വാർത്തയാണ്. നമുക്ക് കറണ്ട് അഫയേഴ്സിൻ്റെ ഡീറ്റെയിൽസിലേക്ക് പോകാം. ടൂറിസം പ്രോത്സാഹിപ്പിക്കുന്നതിനായി ഏത് കേന്ദ്രഭരണ പ്രദേശമാണ് ആപ്രിക്കോട്ട് പുഷ്പോത്സവം ആഘോഷിക്കുന്നത്? ലഡാക്ക്. ആപ്രിക്കോട്ട് ബ്ലോസം ഫെസ്റ്റിവൽ ഇതിപ്പോൾ ഓർഗനൈസ് ചെയ്തിട്ടുള്ളതും സെലിബ്രേറ്റ് ചെയ്യുന്നതും ലഡാക്ക് എന്ന പ്രദേശത്താണ്. ഇത് പ്രധാനമായിട്ടും പറയുമ്പോൾ ടൂറിസത്തെ പ്രൊമോട്ട് ചെയ്യുക എന്നതാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ ആപ്രിക്കോട്ട് ഉൽപ്പാദിപ്പിക്കുന്ന സ്ഥലം ഏതാണ്? ലഡാക്ക്. ലഡാക്കിലാണ് ഇന്നിപ്പോൾ ഇന്ത്യയിലെ ഏതാണ്ട് ഒരു 66% ആപ്രിക്കോട്ട് ഉൽപ്പാദിപ്പിക്കുന്ന പ്രദേശം. ടൂറിസം പ്രൊമോട്ട് ചെയ്യുന്നതിന് വേണ്ടി ആപ്രിക്കോട്ട് ബ്ലോസം ഫെസ്റ്റിവൽ ഇത് ആഘോഷിക്കുന്നത്. ഇന്നത്തെ കറണ്ട് അഫയേഴ്സിലെ ലാസ്റ്റ് ഹെഡിംഗ്: വേൾഡ് ഹോമിയോപ്പതി ഡേ 2025 തീം ഹിസ്റ്ററി ആൻഡ് ഇറ്റ്സ് സിഗ്നിഫിക്കൻസ്. 2025 ലോക ഹോമിയോപ്പതി ദിനം ഏത് തീയതിയിലാണ് ആഘോഷിച്ചത്? 2025 ഏപ്രിൽ 10. ഇന്നലെയായിരുന്നു ഏപ്രിൽ 10. ഇന്നലെ ലോക ഹോമിയോപ്പതി ദിനം ആയിട്ട് ആഘോഷിച്ചു. വേൾഡ് ഹോമിയോപ്പതി ഡേ 2025. 2025 ലോക ഹോമിയോപ്പതി ദിനത്തിൻ്റെ പ്രമേയം എന്താണ്? അധ്യായൻ, അധ്യാപൻ, അനുസന്ധാൻ, അതായത് എഡ്യൂക്കേഷൻ, പ്രാക്ടീസ് ആൻഡ് റിസർച്ച്. ഇതാണ് 2025 വേൾഡ് ഹോമിയോപ്പതിയുമായി ബന്ധപ്പെട്ട തീം. ആരുടെ ജന്മദിനം ആഘോഷിക്കാനാണ് എല്ലാ വർഷവും 2025 ഏപ്രിൽ 10 ലോക ഹോമിയോപ്പതി ദിനം ആഘോഷിക്കുന്നത്? ഫ്രെഡറിക് സാമുവൽ ഹാനിമാൻ. ഹോമിയോപ്പതിയുടെ പിതാവായിട്ടുള്ള ഫ്രെഡറിക് സാമുവൽ ഹാനിമാൻ, അദ്ദേഹത്തിൻ്റെ ജന്മവാർഷികമായി ബന്ധപ്പെട്ടാണ് എല്ലാ വർഷവും ഏപ്രിൽ 10 വേൾഡ് ഹോമിയോപ്പതി ദിനം ആഘോഷിക്കുന്നത്. ഈ പ്രാവശ്യത്തെ തീം ആണ് അധ്യായൻ, അധ്യാപൻ, അനുസന്ധൻ എന്നതാണ് തീം. എഡ്യൂക്കേഷൻ, പ്രാക്ടീസ് ആൻഡ് റിസർച്ച്.
നമ്മളിന്ന് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള കറണ്ട് അഫേഴ്സും അതുമായി ബന്ധപ്പെട്ട് GK ആണ് ഇന്നിവിടെ ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. ജേഴ്സ് കറണ്ട് അഫേഴ്സിൻ്റെ ഇന്നത്തെ ഈ വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. നമുക്ക് നാളെ വീണ്ടും പുതിയ കറണ്ട് അഫേഴ്സുമായിട്ട് കാണാം. താങ്ക് യു വെരി മച്ച്.